നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണല്ലേ? നിസ്കാരം ശരിക്കും ഒരു കടമ തീർക്കാൻ വേണ്ടി നിർവഹിക്കുന്നവരല്ലേ നമ്മിൽ പല ആളുകളും? സമയത്ത് നിസ്കരിച്ചില്ലെങ്കിൽ അല്ലോ പടച്ചം പിടിച്ച് നരകത്തിലിടും. ഈ ഒരു ചിന്തയിൽ നിസ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ. ഞാനിന്ന് പറയുന്നത് പോലെ മരിക്കുന്നതിന് മുമ്പ് ആ അവസാനത്തെ നിസ്കാരമെങ്കിലും ഒന്ന് അങ്ങനെ ആയി കിട്ടിയാലുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നമ്മളെ സ്വർഗം നമ്മളെ വാരിയെടുക്കും. നമുക്ക് ദുനിയാവും സ്വർഗാവും ആഖിറവും സ്വർഗാവും. ദുനിയാവിൽ നമ്മളെപ്പോലെ സമാധാനം ആസ്വദിക്കുന്ന ഒരാളുണ്ടാവില്ല. അത്ര അടിപൊളിയാവും നമ്മുടെ ലൈഫ്, കളർഫുള്ളാവും. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഇത് അടിത്തറയാണ്. ഇത് പഠിക്കാതെ നമ്മൾ എത്ര നിസ്കരിച്ചാലും, തഹജ്ജുദ് നിസ്കരിച്ചാലും, നോമ്പ് പിടിച്ചാലും, സക്കാത്ത് കൊടുത്താൽ ഒരു കാര്യം ഉണ്ടാവില്ലടാ. അപ്പോൾ എങ്ങനെ നിസ്കരിക്കണം നമുക്കൊന്ന് പഠിച്ചാൽ, ഇതുപോലെ നിസ്കരിച്ചാൽ ലൈഫ് സെറ്റാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലേ എല്ലാവരും? സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുബ്ഹിയൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ നമ്മൾ ഈ നിസ്കരിച്ച നിസ്കാരം കൊണ്ട് നമുക്ക് വല്ല സമാധാനം കിട്ടുന്നുണ്ടോ മക്കളെ? ഒരു സമാധാനം കിട്ടണില്ല. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റണില്ല. എന്താ ഇവിടുത്തെ പ്രശ്നം? എന്താണ്? നമുക്കതൊന്ന് മനസ്സിലാക്കിയിട്ട് ഭംഗിയായി ഞാൻ ഈ പറയുന്നത് പോലെ ഒന്ന് നിസ്കരിച്ച് നോക്കുങ്ങൾ. അങ്ങനെ നിസ്കരിച്ചാൽ നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആഖിറവും ഒക്കെ കളർഫുള്ളാവും. നമ്മുടെ ലൈഫ് അങ്ങ് സെറ്റാവും, അടിപൊളിയാവും. ആ നിസ്കാരം ഇതുപോലെ ഒന്ന് ഇനി നിസ്കരിക്കുന്ന ദുഹർ നമുക്ക് അതുപോലെ നിസ്കരിച്ചാൽ നിങ്ങൾ റെഡിയല്ലേ? ഞാൻ പറഞ്ഞു തരട്ടെ, നമുക്ക് ഒരുമിച്ച് ആ പ്രസംഗം ഒന്ന് കേൾക്കാം. റെഡിയല്ലേ നിങ്ങൾ? റെഡിയല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പം നമുക്ക് ഒരുമിച്ചൊന്ന് പഠിക്കാം. നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം. ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. കയ്യും കാലും അനങ്ങുന്നില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കണം. അത്രമേൽ നിസ്കാരം നിർബന്ധ ഘടകമാണ്. പക്ഷെ പലപ്പോഴും ഇതിന്റെ ഫർളും സുന്നത്തൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഒരു പരിധി വരെ. പരിപൂർണാർത്ഥത്തിൽ പഠിച്ചിട്ടില്ലെങ്കിലും ആകെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിന്റെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ മാത്രമാണ്. നമ്മുടെയൊക്കെ നിസ്കാരത്തിനൊരു ആത്മാവുണ്ടോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഹാഫിളൂൻ. വിജയിച്ച വിശ്വാസികൾ ഒരു വിഭാഗം മാത്രമാണ്. എല്ലാ വിശ്വാസികളും വിജയിച്ചിട്ടില്ല. വിജയിച്ചവർ ഒരു വിഭാഗം മാത്രമാണ്. അവർ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അത്രമേൽ സൂക്ഷ്മത പാലിക്കുന്നവരാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഞാനതാ പറഞ്ഞത്, നിസ്കാരത്തിന് 2 രൂപമുണ്ട്. ഒന്നതിന്റെ ഫർളും ഷർത്തും ഒക്കെ ആയിട്ടുള്ള അതിന്റെ കർമ്മശാസ്ത്ര രൂപം. നമ്മൾ വുദു എടുക്കുന്നുണ്ട്, ഔറത്ത് മറക്കുന്നുണ്ട്. പലരുടെയും ഔറത്ത് പലപ്പോഴും വെളിവാകാറുണ്ടല്ലേ? സുജൂദിലൊക്കെ പോകുമ്പോൾ പല കുട്ടികളുടെയും ഔറത്ത് ഇങ്ങനെ വെളിവായി കാണാറുണ്ട്. അത് നിസ്കാരത്തിന്റെ എല്ലാ സാധുതയും നശിപ്പിച്ചു കളയും. നിസ്കാരം സ്വീകരിക്കപ്പെടൂല. നിസ്കാരം ബാത്തുലാണ്. ഔറത്ത് മറക്കണം. പക്ഷെ പലപ്പോഴും ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഔറത്ത് മറയുന്നുണ്ട്, വുദു എടുക്കുന്നുണ്ട്, ഖിബലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണെങ്കിലും അതിന്റെ 2ാം ഘട്ടത്തിൽ നമ്മൾ തോറ്റുപോവാണ്. അതാണ് ഹുളൂറുൽ ഖൽബ്. ഹുളൂറുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയ സാന്നിധ്യമാണ്. നിസ്കരിക്കാൻ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? ഒരു മുശാഹദ, അള്ളാഹുമായിട്ടുള്ള ഒരു മുശാഹദ എന്ന് പറഞ്ഞാൽ ഒരു ദർശനം. ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നുണ്ട് എന്നാണ്. എൻ്റെ റബ്ബിനെ കാണുന്നുണ്ട്, പടച്ചോൻ എൻ്റെ മുമ്പിലുണ്ട്. ആ ബോധ്യത്തിലാണ് നിസ്കരിക്കേണ്ടത്. ആ നിസ്കാരത്തിന് ആത്മാവുണ്ടാവൂ. അങ്ങനെ നിസ്കരിക്കുന്നവർ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അവരാണ് വിജയം സിദ്ധിച്ചവരെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ നമ്മളിൽ എത്ര പേർക്ക് ആ ആത്മാവോടുകൂടെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണ് വിശ്വാസി? പരിശുദ്ധ ഖുർആൻ തന്നെ പലയാവർത്തി പറഞ്ഞ സംഭവം നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അനാഥരെ ആട്ടിപ്പായിക്കുന്നവരാണ് വിശ്വാസികൾക്ക് ഉത്തമ ഉദാഹരണം പടച്ചോൻ പറഞ്ഞു തരുന്നുണ്ട്. അവര് വിശ്വാസികളല്ലാത്ത ആളുകൾ, ദീനിനെ കളവാക്കുന്നവർ, അനാഥരെ ആട്ടിപ്പായിക്കുന്നവരാണ്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവരാണ്. പിന്നെയും കുറെ നിസ്കാരമുണ്ട്, ഫവൈലുൻ. ആ നിസ്കാരം അവരെ നാശത്തിലേക്ക് എത്തിക്കുന്നതാണ്. അതിന്റെ ആന്തരികമായ ഭാവമൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്, അതിലേക്ക് കടക്കണില്ല. അതിനുശേഷം അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അവർ അശ്രദ്ധരാണ്. അവരുടെ നിസ്കാരത്തിൽ അല്ലാഹ് ഇല്ല, ഹുളൂറുൽ ഖൽബില്ല,
ഹൃദയ സാന്നിധ്യമില്ല. ഒരു കടത്ത് കഴിക്കുന്നത് പോലെ 5 വക്കത്തോടി പള്ളിയിലേക്ക് വരുന്നുണ്ട്. ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോയി കിടക്കേണ്ടി വരുമെന്ന ഭയത്തിൽ, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയുമെന്ന ഭയത്തിൽ ഓടി വന്ന് തലകുത്തി മറിയുന്നുണ്ട് എന്നതല്ലാതെ ആ നിസ്കാരത്തിലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവാൻ. അവരശ്രദ്ധരാണ്. എല്ലാവർക്കും തിരക്കാണ് അല്ലേ? കൈകെട്ടും ഓടി വരും. അപ്പൊ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞല്ലോ, ജുമാക്ക് തന്നെ ഖുതുബയുടെ ലാസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും കുറെ ആളുകൾ ഓടിക്കേറുന്നത്. എന്തിനാ? നമുക്ക് സമയം കണ്ടെത്താമെന്നേ. നമുക്ക് പറ്റും. നമുക്കിത് വേണമെന്ന് നമ്മൾ വിചാരിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ദുന്യവിയായ ആവശ്യത്തിന്, നമുക്കെന്തെങ്കിലും ദുനിയാവിൽ ലാഭം കിട്ടുന്ന കാര്യത്തിനൊക്കെ ഓടി നടക്കാൻ നമുക്ക് സമയമുണ്ട് ഇല്ലേ? നമുക്കൊരാൾ എന്ന് പറയാം, എടാ നീ ഇന്ന് ഇന്നാലിന്ന സ്ഥലത്ത് വന്നാൽ ഞാൻ 10 ലക്ഷം നിനക്ക് തരാന്ന് പറഞ്ഞാൽ നമ്മൾ ഓടൂലേ? 10 ലക്ഷത്തെക്കാൾ വലുത് അല്ലാഹു അക്ബർ ആണെന്ന ബോധ്യത്തിൽ നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരം ശരിയാവണത്. എത്ര പേര് അള്ളാനെ കിട്ടാൻ വേണ്ടി ജുമ നിസ്കരിക്കാൻ വരുന്നുണ്ട്? അള്ളാനെ കിട്ടാൻ വേണ്ടി ദുഹ്ർ നിസ്കരിക്കാൻ വരുന്ന എത്ര പേരുണ്ട്? ആർക്കതിന് നേരമുള്ളത്? എവിടെ അല്ല ഉള്ളത്? എവിടെയാ? ആ ബോധ്യത്തിൽ നിങ്ങൾ നിസ്കരിക്കാൻ വന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടം, അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ ചെയ്യാൻ പോലും നമുക്ക് നേരല്ല അല്ലെ? നിസ്കാരം കഴിയും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കുറെ ആളുകൾ ഒറ്റ ഓട്ടം. ചിലപ്പോൾ തിരക്ക്, സമയം വൈകിട്ടുണ്ടാകാം. അതിനെക്കുറിച്ചല്ല. ചില ഘട്ടങ്ങളിൽ അങ്ങനെയാകുന്നതിനെ കുറിച്ചല്ല. നിരന്തരം നിസ്കാരം കഴിഞ്ഞൊന്നും ഇരിക്കാൻ പോലും നേരല്ല അല്ലേ? ഈ പൈൽസ് രോഗം ബാധിച്ചവരെ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള പോലെ നമ്മൾ എണീറ്റ് ഒരൊറ്റ ഓട്ടാൻ. അസ്തഗ്ഫിറുല്ലാഹ് എന്തിനാ പറയണേ? പടച്ചോനെ, ഈ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നിന്നിലേക്ക് മാത്രമാണ് എന്റെ ഹൃദയം തിരിയേണ്ടത്. പടച്ചോനെ, തെറ്റിപ്പോയല്ല. എന്റെ ഹൃദയം പല ഹറാമായ ചിന്തകളിലേക്ക്, അല്ല ദുന്യവിയായ ചിന്തകളിലേക്ക് ഒക്കെ പോയിട്ടുണ്ടല്ല. അസ്തഗ്ഫിറുല്ലാഹ്, നീ പുറത്തു തരണേ തമ്പുരാനെ, നീ പുറത്തു തരണേ പടച്ചോനെ. ഇതാണ് ഈ നിസ്കാരം കഴിഞ്ഞിട്ട് 3 തവണ നമ്മൾ ഈ പറയണത്. ശബോധ്യത്തിൽ എത്ര പേര് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്? അതിങ്ങനെ നമ്മൾ ചെയ്തു പോണത് പോലെ ഒരു ഓട്ടോമാറ്റിക് അസ്തഗ്ഫിറുല്ലാഹ് കഴിഞ്ഞു. എന്റെ കൽബിൽ നീയില്ലാതെ പോയ നിമിഷങ്ങളുണ്ടല്ലോ പടച്ചോനെ, അതെനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം. നീ പുറത്തു തന്നില്ല എങ്കിൽ ഈ നിസ്കാരം വൃഥാവിലാണല്ല. അസ്തഗ്ഫിറുല്ലാഹ്, നീ പുറത്തു തരണേ പടച്ചോനെ, നീ പുറത്തു തരണേ. ആ ബോധ്യത്തിൽ നിസ്കരിക്കണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന അറിവ് ഖുശൂഇന്റെ, ഭയഭക്തിയുടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയുടെ ഇൽമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആർക്ക് സൂക്ഷ്മ? നിസ്കാരമുണ്ടോ? നിസ്കാരമുണ്ട്. പക്ഷെ നിസ്കാരത്തിന് ആത്മാവുണ്ടോ? ഇല്ല. ആ ഇൽമാണ് ആദ്യം ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടാന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ട് പറയുന്നുണ്ട്, യൂശിഖു അൻ തദ്ഖുല മസ്ജിദ ജമാഅത്തിൻ ഫലാ തറാ ഫീഹി റജുലൻ ഖാശിഅ. നിങ്ങൾ പള്ളിയിലേക്ക് കയറി വരുമ്പോ കുറേ മനുഷ്യന്മാർ നിസ്കരിക്കുന്നുണ്ട്. ഒരൊറ്റ കുഞ്ഞിനെയും, അള്ളാനെ സൂക്ഷിച്ച് നിസ്കരിക്കുന്ന ഒരൊറ്റ കുഞ്ഞിനെ പോലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അങ്ങനെ ഒരു കാലഘട്ടം വരും. പള്ളിയിൽ ആള് കുറെ ഉണ്ട്, പക്ഷെ ഒരാൾക്ക് പോലും അള്ളാനെ വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? അള്ളാനെ കാണാൻ കൊതിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന എത്ര പേരുണ്ട്? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ എന്റെ കൽബിൽ എന്റെ റബ്ബുണ്ടായിരുന്നു, റബ്ബിനെ കാണാൻ കൊതിയുണ്ടായിരുന്നു എന്ന ബോധ്യത്തിൽ നിസ്കരിക്കുന്ന എത്ര പേര്? ഞാനടക്കം എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആ ഇൽമു ഉയർന്നു പോകാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികളൊക്കെ മനോഹരാണെന്ന് അല്ലേ? പള്ളികളൊക്കെ ഇങ്ങനെ ഉയർത്താൻ വേണ്ടിയിട്ട് കോടാനുകോടി രൂപ കൊടുക്കാനും ആളുകളുണ്ട്. മനോഹരമാകുന്ന പള്ളിയിൽ മനോഹരമായ ഹൃദയത്തോടെ നിസ്കരിക്കാൻ ഒരൊറ്റ മനുഷ്യനെങ്കിലും ഉണ്ടോ? മറ്റൊരാളിലേക്ക് നോക്കണ്ട, എന്നിലേക്ക് നോക്കിയാൽ മതി. ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരിലേക്ക് നോക്കിയാൽ മതി. ഈ മനോഹരമായ പള്ളിയിൽ നമ്മളിങ്ങനെ AC ഒക്കെ ഇട്ടിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഈ മനോഹാരിതയുണ്ടോ? ഹൃദയത്തിൽ റബ്ബുണ്ടോ? പള്ളിയിലേക്ക് കയറി വന്നിട്ടും എനിക്ക് സമാധാനം കിട്ടുന്നുണ്ടോ? ഞാൻ എന്റെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവനാണോ? ആ ഇൽമാണ് ആദ്യം ഉയർത്തപ്പെടുക എന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഡോക്ടർ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, thousands of temples, mosques and cathedrals, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ, പള്ളികൾ, അതുപോലെ തന്നെ ക്രിസ്തീയ ചർച്ചുകൾ, പക്ഷേ they lack the spirit, make them live during the middle ages. മധ്യകാല സമൂഹത്തിനിടയിൽ അത്രമേൽ ആത്മീയ ഭാവത്തോടെ അവർക്ക് ജീവിക്കാൻ പ്രേരകമായ ഘടകങ്ങളൊക്കെ ഇന്ന് പള്ളികളിൽ നിന്ന്, അമ്പലങ്ങളിൽ നിന്ന്, ചർച്ചുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് ഡോക്ടർ ജവഹർലാൽ നെഹ്റുവാണ്. ആ സ്പിരിച്വാലിറ്റിയിൽ അത്രമേൽ മനോഹരമായ ജീവിതം നയിച്ചവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. അത്രമേൽ മനോഹരമായിരുന്നു അവരുടെ ജീവിതം. മുമ്പ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ പലയാവർത്തി പറഞ്ഞതാണ്.
സ്വഹാബത്ത് മദീനയിൽ നിന്ന് കേരളത്തിൽ വന്നിട്ട് കച്ചവടം തുടങ്ങിയപ്പോ ഉച്ചയാകുന്ന നേരത്തെ അവർ കട അടക്കുകയാണ്, കട ക്ലോസ് ചെയ്യാൻ. എന്താണ് അതിന്റെ കാരണം? നിങ്ങൾക്ക് നല്ല കച്ചവടം കിട്ടുന്നുണ്ടല്ലോ, കാരണം ആ നാട്ടുകാർ മുഴുവൻ സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് സ്വഹാബത്തിന്റെ കടയിൽ നിന്നാണ്, നിങ്ങൾക്ക് കച്ചവടം ചെയ്തൂടെ? അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉച്ചക്ക് ഞങ്ങൾ കടയടച്ചില്ലെങ്കിൽ ഹൈന്ദവരായ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇവിടെയുണ്ട്, അവർക്ക് ബിസിനസ് ലഭിക്കാതെ പോകും, ഞങ്ങൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ. ഇതവിടെ നിന്ന് കിട്ടിയതാ? കൽബിൽ റബ്ബുള്ളത് കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഇസ്ലാമിന്റെ അന്തസത്ത ഉൾക്കൊണ്ടത് കൊണ്ട് കിട്ടിയതാണ്. ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്നത് നിസ്കാരം നഷ്ടപ്പെടുമ്പോഴാണ്. കാരണം നിസ്കാരം അതെന്റെ ബോധ്യമാണ്, എന്നെ കുറിച്ചുള്ള ചിന്തയാണ്, എന്റെ ദിക്റാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ ആ സ്പിരിച്വാലിറ്റി ഒക്കെ ഇന്ന് പള്ളികളിൽ നിന്ന് സ്ഫുരണം ചെയ്യുന്നില്ല അല്ലെ? എത്ര പള്ളികളിൽ നിന്ന് ആത്മീയത സ്ഫുരണം ചെയ്യുന്നുണ്ട്? കേവലം 5 വഖത്ത് നിസ്കാരം ഒരു റൊട്ടീനായി ഇങ്ങനെ നടക്കുന്നു എന്നതിലുപരി ആത്മീയത സന്നിവേശിപ്പിക്കപ്പെടുന്ന പള്ളികൾ എത്ര ഉണ്ട്? വിരളാണ്. വളരെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതാണ് റസൂലുള്ള പറഞ്ഞത്, അവസാന കാലം ഉയർന്നു പോകുന്ന അറിവ് ഈ ഖുശൂഇന്റേതായിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹ് ഒരിക്കലും നബിതങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുക, താടിയൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടാണ് നിസ്കരിക്കുക. ഇടക്കിടക്ക് ഇങ്ങനെ താടിയൊക്കെ പിടിച്ച് തടവും. ചില ആളുകളുണ്ട് അങ്ങനെ താടിയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് നിസ്കരിക്കുക. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ മനസ്സിൽ ഖുശൂ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ മനസ്സിൽ അള്ളാഹുവിൽ സൂക്ഷ്മത ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അവയവങ്ങളിൽ അത് പ്രതിഫലിച്ചേനെ. സയ്യിദുനാ റസൂലുള്ളാഹ് വലിയ അല്ലേ, നെയ്യപ്പത്തിന്റെ വട്ടത്തില് നിസ്കാരത്തിൽ തഴമ്പൊക്കെ ഉണ്ട്, പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ താടിയുമിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, അവിടെ ഇവിടെ ഇങ്ങനെ നോക്കുക. മോനെ, നിന്റെ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടായിരുന്നെങ്കിൽ അത് നിന്റെ അവയവങ്ങളിൽ പ്രതിഫലിച്ചേനെ. നിനക്ക് എന്തേ അവിടെ ഇവിടേക്ക് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കാൻ തോന്നുന്നത്? നിന്റെ ഹൃദയത്തിൽ അള്ളയില്ല എന്നതിന്റെ തെളിവാണ്. ഗസാലി ഇമാം ഹീൽ പറയുന്നുണ്ട്, കാനൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുമ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദുൽ ഹസൻ റളിയല്ലാഹു അൻഹു ഇദാ ദഖല ഫി സ്വലാ, നിസ്കാരത്തിലേക്ക് കടന്നാൽ മുഖത്തും അതുപോലെ തന്നെ തൊലിയിലും ഒക്കെ വ്യത്യസ്തത അനുഭവപ്പെടാൻ തുടങ്ങും. മുഖമൊക്കെ ആകെ മാറുന്നത് പോലെ, നിറം മാറുന്നത് പോലെ. അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആരുടെ മുമ്പിലാ നിൽക്കുന്നത് എന്നുള്ള ചിന്തയാണ് എന്റെ ശരീരത്തെ പോലും മാറ്റിമറിക്കുന്നത്. സയ്യിദുൽ ഹസൻ റളിയല്ലാഹു അൻഹു, ആരുടെ മുമ്പിലാ ഞാൻ ഈ നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം, ആ ഹുദൂറുൽ ഖൽബ്, ആ ഹൃദയ സാന്നിധ്യം, അതാണ് എന്റെ മുഖത്തെ, എന്റെ നിറത്തെ, എന്റെ തൊലിയെ തന്നെ മാറ്റിമറിക്കുന്നത് എന്ന് സയ്യിദുൽ ഹസൻ റളിയല്ലാഹു അൻഹു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മുടെ മുഖത്തിന് ഭാവവ്യത്യാസം ഉണ്ടാകും. എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അവിടെ നമ്മൾ നിൽക്കുക. കാരണം നമുക്ക് ബോധമുണ്ട്, ഞാൻ നിൽക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ മുമ്പിലാണ്. എന്നാൽ എല്ലാത്തിനെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ആലമീന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തിൽ ഒരു തവണയെങ്കിലും ലൈഫിൽ ഇത്ര കൊല്ലം ജീവിച്ചിട്ട് സഹോദരങ്ങളെ, ഞാനടക്കം നമുക്കെല്ലാവർക്കും ഒരു തവണയെങ്കിലും അങ്ങനെ നിസ്കരിക്കാൻ ഒരവസരം കിട്ടിയിട്ടുണ്ടോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അങ്ങനെയുള്ള ഒരു മാത്രമാണ് ജയിച്ചത്, അവരാണ് വിജയികൾ, അവർ മാത്രമാണ് വിജയികൾ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു നമ്മെ അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ബോധമാണ് നമ്മുടെ ജീവന്റെ താളമായി മാറേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായത് ഒരു നിസ്കാരം, അതായത് ഇപ്പൊ എരമം നിങ്ങൾ എടുത്തു നോക്ക്, ഈ മഹല്ലിൽ എല്ലാവരും കൃത്യമായി ഈ ബോധ്യത്തിൽ നിസ്കരിച്ചാൽ സമൂഹം നന്നാവും, ഉറപ്പാണ്. സമൂഹം നന്നാവും. ഞാൻ പറഞ്ഞു, വെറും നിസ്കാരമല്ല, ആത്മാവുള്ള നിസ്കാരം എല്ലാവരും നിസ്കരിച്ചാൽ സമൂഹം നന്നാവും. കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം, അള്ളാനെ ഓർത്തുകൊണ്ടുള്ള നിസ്കാരം, അള്ളാനെ പ്രണയിച്ചുകൊണ്ടുള്ള നിസ്കാരം, തൻഹാ, അത് പിടിച്ചു വലിക്കും. നീ വ്യഭിചരിക്കാൻ പോകുമ്പോ നിന്നെ പിടിച്ചു വലിക്കും. നീ ഹറാമായത് ചെയ്യാൻ പോകുമ്പോ നിന്നെ പിടിച്ചു വലിക്കും. ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് നിനക്ക് ഉദ്ബോധനം നൽകും. അതാണ് ആത്മാവുള്ള നിസ്കാരമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഈ സംസ്കാരം കൃത്യമാകണമെങ്കിൽ നിസ്കാരം ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത്, നിങ്ങളുടെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അത് കുഞ്ഞുങ്ങളെ നിസ്കാരം എന്ന ഒരു അഭ്യാസം ശീലിപ്പിക്കാനുള്ള ഒരു സംഗതിയല്ല, നിങ്ങളെ അനുസരിക്കുന്ന മക്കളായി മാറാൻ, അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന മക്കളായി മാറാൻ നിങ്ങൾ നിസ്കാരം കൊണ്ട് 7 വയസ്സായാൽ തന്നെ കുഞ്ഞിനോട് കൽപ്പിക്കണം.
10 വയസ്സായാൽ അടിക്കണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കേ, 10 വയസ്സായിട്ടും കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ ആരെയാ ശരിക്കും അടിക്കേണ്ടത്? 10 കൊല്ലം ഒരു കോച്ചിന്റെ കൂടെ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ വിട്ടിട്ട് അവനൊന്ന് കാലുകൊണ്ട് ബോളൊന്ന് തട്ടാൻ പോലും, ഒന്ന് കിക്ക് ചെയ്യാൻ പോലും അവൻ പഠിച്ചിട്ടില്ലെങ്കിൽ കുട്ടിയെ അടിക്കണോ കോച്ചിനെ അടിക്കണോ? ആരടിക്കണം? കോച്ചിനെ അടിക്കണം. 10 കൊല്ലം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് നിസ്കാരം അറിയില്ല, നിസ്കാരത്തോട് താല്പര്യമില്ല, അങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതെങ്കിൽ ശരിക്കും നമ്മൾ ആരെ അടിക്കേണ്ടത്? ഇല്ല, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ. കുഞ്ഞുങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞത് അടിച്ച് വേദനിപ്പിക്കണം എന്നല്ല, അതിലേക്ക് ഓർമ്മ ക്ഷണിക്കുന്ന രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമാണ്. അത്രമേൽ കുഞ്ഞുങ്ങൾ നിസ്കാരത്തോട് താല്പര്യമുള്ള ആളുകളായി മാറണം. നിസ്കരിക്കുന്നത് മോനെ അള്ള പിടിച്ച് നരകത്തിലിടും എന്ന് പഠിപ്പിച്ചിട്ടല്ല, അങ്ങനെ ആകരുത്. എന്റെ മോന് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ, പടച്ചോനെ കിട്ടാൻ, അള്ളാഹുവായിട്ട് വർത്താനം പറയാൻ നമുക്ക് പള്ളിയിലേക്ക് പോകാന്ന് പറയണം. കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചിട്ട് വാപ്പമാർ അങ്ങനെ കൊണ്ടുവരണം പള്ളിയിലേക്ക്. നമ്മുടെ കുട്ടികളൊക്കെ പള്ളിയിലേക്ക് വരട്ടെ. കുഞ്ഞുങ്ങൾക്ക് അന്യമായ സ്ഥലമൊന്നുമല്ല അള്ളാന്റെ പള്ളി. കാര്യങ്ങൾക്ക് വകതിരിവുള്ള കുട്ടികളെ പിടിച്ചുകൊണ്ട് വരിക, അവരുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാപ്പ ആദ്യം പള്ളിയിൽ വന്ന് മാതൃക കാണിക്കണം. നമുക്ക് പടച്ചോനോട് വർത്താനം പറയാൻ പോവാ. എന്നിട്ട് നിസ്കാരം കഴിയുമ്പോ കുഞ്ഞിനോട് ചോദിക്കണം, അള്ളഹാനോട് വാപ്പിയുടെ മോൻ വർത്താനമൊക്കെ പറഞ്ഞോ? എന്നിട്ട് അള്ള എന്ത് പറഞ്ഞ്? കുഞ്ഞിനതൊന്ന് ശീലാക്കി കൊടുക്കും. പടച്ചോനോട് അവൻ വർത്താനം പറയട്ടെ, അവൻ അള്ളഹാനോട് സംസാരിക്കട്ടെ, അവനവന്റെ കൂട്ടുകാരനെ പോലെ റബ്ബിനെ കാണട്ടെ. ആ കുഞ്ഞു പിന്നെ എങ്ങനെ വഴി തെറ്റാനാ? ഏതവസ്ഥയിലും എനിക്ക് ആരുമില്ലെങ്കിലും തവക്കൽതു അലല്ലാഹ്, എന്റെ റബ്ബ് എനിക്കുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് ആ കുഞ്ഞു വരില്ലേ? പക്ഷെ ചെറുപ്പത്തിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി പടച്ചോൻ നിന്നെ നരകത്തിലേക്ക് എറിയും. നിസ്കരിച്ചില്ലെങ്കിൽ പടച്ചോൻ നരകത്തിലിടൂട്ട, ചോറുന്നില്ലെങ്കിൽ പടച്ചോൻ നരകത്തിലിടൂട്ട, ഈ നരകം 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 നരകമെന്ന് ഇത് മാത്രം കേട്ട് കുഞ്ഞിന്റെ ജീവിതം നമ്മൾ നരകമാക്കി മാറ്റിയെങ്കിൽ നമ്മൾ അള്ളാനോട് കണക്ക് പറയേണ്ടി വരില്ലേ? ആ കുഞ്ഞിന് അള്ളാനെ പരിചയപ്പെടുത്തി കൊടുക്കണം, ഭീകരനായിട്ടല്ല. ഈ വാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അവന്റെ നാഥനായി തന്നെ പരിചയപ്പെടുത്താൻ കഴിയണം. കുഞ്ഞിനെ പള്ളിയിലേക്ക് കൊണ്ടുവരണം, നിസ്കാരം പഠിപ്പിക്കണം. അത് നല്ലൊരു സംസ്കൃതിയെ രൂപാന്തരപ്പെടുത്തിയെടുക്കൂന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നില്ലേ? സംസ്കാരമില്ല, സംസ്കാരമില്ല. അപ്പൊ നിസ്കരിക്കുന്ന ആളുകൾ കുറെ തെറ്റിയുന്നുണ്ടല്ലോ ഉസ്താദെ. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അന്തസത്തയില്ലാത്ത നിസ്കാരമായി പോയത്. അന്തസത്തയുണ്ടോ? അള്ളാഹുവിനെ കണ്ടുകൊണ്ടുള്ള നിസ്കാരമാണോ? അള്ളാഹുവിൽ ലയിച്ചുള്ള നിസ്കാരമാണോ? തെറ്റുകളിൽ നിന്ന്, തോന്നിയവാസങ്ങളിൽ നിന്ന്, ഹറാമിൽ നിന്ന് നിസ്കാരം അവനെ പിടിച്ചു വലിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ ഹദീസിൽ കാണാം. നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചോ എന്ന് എങ്ങനെ അറിയും? സിമ്പിളാണ്. ഹറാമിലേക്ക് അടുക്കുമ്പോ നിന്റെ മനസ്സ് അതിൽ നിന്ന് നിന്നെ തടയുന്നുണ്ടോ? എങ്കിലേ അത് നിസ്കാരമാകൂന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. നമ്മൾ അതിൻ്റെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നഫ്സ് ലവ്വാമ. ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഏതൊക്കെയാണ് നമ്മൾ നഫ്സ് പഠിച്ചത്? ഏതൊക്കെയാ നഫ്സ്? അമ്മാറ, ലവ്വാമ, മുൽഹിമ, മുത്മഇന്ന, റാളിയ, മർളിയ, കാമില. ഒക്കെ മറന്നു അല്ലേ? അപ്പോ ഈ നഫ്സ് ലവ്വാമ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. നിസ്കാരം, ശരിയായ നിസ്കാരം, അള്ളാഹുവിൽ ലയിച്ച് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഒരു ഹറാമിലേക്ക് പോകുമ്പോ ഉള്ളിൽ നിന്ന് ചോദ്യം, എടാ ഇത് നിന്നെ പടച്ച നാഥൻ ഇഷ്ടാവോ? അള്ളാഹ്ക്ക് ഇത് തൃപ്തിയാകോ? നീ ഇത് ചെയ്യരുത്. ഉള്ളിൽ നിന്ന് പ്രേരണ വരും, നിന്നെ കുറ്റപ്പെടുത്തും, സ്വന്തം നഫ്സിനെ കുറ്റപ്പെടുത്തും. നഫ്സ് ലവ്വാമ. ആ ലവ്വാമയിലൂടെ തിരിച്ചറിഞ്ഞു ചെല്ലുന്നവർക്കാണ് മുത്മഇന്ന. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. പരിശുദ്ധാത്മാവേ എന്ന് പടച്ചോൻ വിളിക്കുന്നത് ആ ഹൃദയം ശുദ്ധിയായവരെയാണെന്നാണ്. അള്ളാഹു അങ്ങനെ വിളിക്കപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. കാരണം ഖുർആൻ എന്തിനാ നിസ്കരിക്കാൻ പറയുന്നത്? അള്ളാഹ് പറയുന്നുണ്ട്, അഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ദിക്ർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മാത്രം ദിക്ർ ചെയ്താൽ മതി എന്നാണോ? അല്ല. ദിവസത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ 5 നേരം എന്നെ സ്മരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ടത് ഞാനാണ്, എന്റെ സ്മരണയാണ്. അല്ലെ? നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴും കൽബിൽ ഞാനാണ്, ഭക്ഷണം കഴിക്കുമ്പോഴും കൽബിൽ ഞാനാണ്, എന്തിനേറെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും നിങ്ങളുടെ കൽബിൽ ഞാനാണ് ഉണ്ടാകേണ്ടത്. എല്ലായിടത്തും ഞാൻ.
എല്ലായിടത്തും ഞാൻ. അതാണ് ഈ നിസ്കാരത്തിലൂടെ പഠിപ്പിക്കുന്നത്. പക്ഷെ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും പഠിച്ചോൻ ഓർമ്മയില്ല, നിസ്കാരം കഴിഞ്ഞിട്ട് ഓർമ്മയില്ല, പിന്നെ നിസ്കാരത്തിൽ ഓർമ്മ ഉണ്ടാവും, നിസ്കാരത്തിന് ശേഷം ഓർമ്മ ഉണ്ടാവും. എന്നെ സ്മരിക്കാനാണ് നിസ്കരിക്കേണ്ടത്. ആ നിസ്കാരത്തിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടത് സർവസ്വവും എന്റെ സ്മരണയിലായിരിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കളിൽ ഈ പ്രണയം സന്നിവേശിപ്പിക്കാൻ കഴിയണം. അള്ളാഹിനെ കുറിച്ച് നല്ല ബോധം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് കുത്തിവെക്കാൻ നമുക്ക് കഴിയണം, അല്ലേ? ഈ മറ്റുള്ള ആളുകളെ പ്രണയിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്, കള്ളുകുടിയന്മാർ, തോന്നിവാസികൾ, മയക്കുമരുന്നിന് അടിമയായി പോകുന്ന കുട്ടികൾ. എന്തേ ഈ സംഗതി സന്നിവേശിപ്പിക്കാതെ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു കൊടുത്താലും നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകും. ഈമാൻ വരെ തകർന്നു പോകും. എന്നാൽ അവനോടൊപ്പം അള്ളയുണ്ട്. അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരു കവാടം ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തുറക്കാൻ കഴിഞ്ഞാൽ വല്ലാത്തൊരു കാവൽ, സമാധാനം നമുക്ക് കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ ഖുശൂ ഇല്ലാതെ, അച്ചടക്കം ഇല്ലാണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ലം യസ്തദ് മിനല്ലാഹി ഇല്ലാ ബുഅദ. അങ്ങനെ നിസ്കരിക്കാൻ നിന്നാൽ ആ നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകന്നകന്നു പോകും. സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെ നല്ല നിസ്കാരം കൊണ്ട് നിങ്ങൾ വിജയിക്കും, അള്ളാഹുവിലേക്ക് അടുക്കും. എന്നാൽ നിസ്കാരത്തിൽ നിങ്ങൾക്ക് അച്ചടക്കമില്ല, അള്ളാഹിന്റെ പള്ളിയിലേക്ക് വന്നിട്ടും ഞാൻ വന്നത് എന്റെ റബ്ബിന്റെ സന്നിധിയിലാണെന്ന ബോധ്യം നിങ്ങൾക്കില്ല, അവർ ഒരു ഖുശൂഅ ഖൽബിലേക്ക് വരുന്നില്ല. നിങ്ങൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് പോവാണ്. സയ്യിദുനാ റസൂലുള്ളാഹി ഫവൈലുൻ ലിൽ മുസല്ലീൻ. ഖൽബിൽ അല്ലാഹ് ഇല്ലാത്തവന്റെ നിസ്കാരം നരകത്തിലാണ്. പരിശുദ്ധ ഖുർആൻ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് അടുത്തോ അള്ളാഹുവിൽ നിന്ന് അകന്നോ? എന്താ അതിന്റെ കാരണം? ഖൽബിൽ പടച്ചോനില്ലാണ്ട് പോയി. നമ്മൾ അള്ളാഹിനോട് ദ്വാരന്നപ്പോ എന്നെങ്കിലും പടച്ചോനെ എന്റെ ഹൃദയം നീ ഒന്ന് തുറന്നു തന്ന് നിന്നെ അറിഞ്ഞ് നിസ്കരിക്കാൻ നീ എനിക്കൊരു തൗഫീക്ക് തരണേ എന്ന് ദ്വാരന്ന് എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആ ബോധ്യത്തിൽ നിസ്കരിക്കുന്നവരാണ് നമ്മളെങ്കിൽ അവർ എത്ര വലിയ കച്ചവടത്തിൽ തകർന്നാലും അവർക്ക് ടെൻഷൻ ഉണ്ടാകില്ല. ഇപ്പോൾ എനിക്ക് തകർച്ചയാണ് നല്ലതെന്നറിയുന്ന എന്റെ നാഥനാണത് തകർത്തത്, അൽഹംദുലില്ലാഹ്. എല്ലാം ഹൈറാകും. അവനെ സംബന്ധിച്ചിടത്തോളം ശർറും അവന് ഹൈറായി മാറും. കാരണം ആ ശർറ് അവന് ഗുണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ നാഥൻ നൽകിയതാണ്. അൽഹംദുലില്ലാഹ്. ആ ബോധ്യത്തിലേക്ക് അവൻ എത്തണമെങ്കിൽ അള്ളാഹിനെ അറിഞ്ഞ് നിസ്കരിക്കാൻ കഴിയണം, അള്ളാഹിനെ അറിയണം. ഖുശൂ' നിർബന്ധാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ ഇതേ മാസത്തിൽ ഇപ്പൊ സഫറിൽ ആദ്യത്തെ ജുമ അല്ലേ, കഴിഞ്ഞ സഫറിൽ ഉണ്ടായിരുന്ന എത്ര പേര് ഇക്കൊല്ലം ഇല്ല അല്ലേ? അടുത്ത സഫറിൽ നമ്മൾ എത്ര പേരുണ്ടോ? അപ്പൊ ഈ മരിക്കണതിന് മുമ്പ് ഒരു തവണെങ്കിലും അല്ലെ, മരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ നിസ്കാരമെങ്കിലും അള്ളാഹിനെ അറിഞ്ഞോ നമുക്ക് നിസ്കരിക്കണ്ടേ? ഈ ദുനിയാവിന്റെ ചിന്തയിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അള്ളാഹിനോടൊന്ന് വർത്താനം പറയണ്ടേ? ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ മൃത്യു യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം? അപ്പൊ യുധിഷ്ഠിരൻ പറയുന്ന മറുപടി, അഹന്നി ഭൂതാനി ഗച്ഛന്തി ഹയമാലയം ശേഷസ്ഥാവരമിച്ഛന്തി കിമാശ്ചര്യമദഭരം. കുറെ മനുഷ്യന്മാരിങ്ങനെ ഡെയിലി മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത്, ഈ ശേഷിക്കുന്ന ബാക്കിയുള്ള മനുഷ്യന്മാരൊക്കെ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുമെന്ന് പോലും ചിന്തിക്കാതെ ഈ ഭൂമിക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി കിടന്നോടുകയാണ്. ഇതിന്റെ പിന്നാലെ മാത്രം ഓടുകയാണ്. ഇവരും മരിക്കുമെന്ന ചിന്തയില്ലാതെ കിടന്നോടുന്നത് കാണുമ്പോൾ ഇതിനേക്കാൾ വലിയ അത്ഭുതം ഏതാണെന്നാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും ആ രുചി അറിയാതെ പോവില്ല എന്നാണ്. പക്ഷെ ആ സമയത്ത് ഈ നിസ്കാരത്തിലൂടെ, മറ്റുള്ള കർമ്മങ്ങളിലൂടെ ഹൃദയത്തിന്റെ ബാബ് തുറന്ന് അള്ളാനെ കാണാതെ, അള്ളാനെ ആസ്വദിക്കാതെ നമ്മൾ മരിക്കുകയാണെങ്കിൽ എണീറ്റ് വരുന്നൊരു ഘട്ടത്തെക്കുറിച്ച് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഖാലൂ യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്? വിലപിച്ചുകൊണ്ട്, ആർത്തട്ടഹസിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരും. ഞാൻ അള്ളാനെ അറിഞ്ഞോരോ, അള്ളാനെ സ്നേഹിച്ചോരോ, അങ്ങനെ നിസ്കരിച്ചോരോ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അവർക്ക് അള്ളാന്റെ ഭാഗത്ത് നിന്ന് സലാം, ഗ്രീറ്റിംഗ്സ്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ സ്വർഗത്തിൽ പോയി ആസ്വദിക്കും മക്കളെ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മനോഹരമായ അവസ്ഥ അവർക്കുണ്ടാകുന്നതാണ്. അല്ലെ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി അവിടുന്ന് പറയുന്നുണ്ട്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ.
നീ നിസ്കരിക്കുമ്പോ ഇത് നിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധ്യത്തിൽ നിസ്കരിക്കണം എന്നാണ്. അവസാനത്തെ ഇത് ഇനിയൊരു നിസ്കാരം എനിക്കുണ്ടാവില്ല എന്നാണ്. ആ ബോധ്യത്തിൽ നിസ്കരിക്കണം. നമുക്ക് ഉറപ്പുണ്ടോ ഇന്ന് ഈ ജുമാ നിസ്കരിക്കും? നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ജുമസ്കാരം കഴിഞ്ഞ് പോകുമ്പോ അസുർ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നമുക്കുണ്ടോ? രണ്ട് തരത്തിലാണ്. ഒന്ന്, പടച്ചോനെ ഇതുവരെ നിന്നെ കണ്ടൊന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ അല്ലാ, ഇനിയൊരു നിസ്കാരം എനിക്കുണ്ടോന്ന് അറിയില്ലല്ലോ അല്ലാ, ആ ബോധ്യത്തിൽ. മറ്റൊന്ന് പ്രണയത്തോടെ, പടച്ചോനെ ഞാൻ നിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നതല്ല, നിന്നോട് ഞാൻ വർത്താനം പറയുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയണം, നിന്നെ ഒന്ന് ആസ്വദിക്കണം. എത്രമേൽ മനോഹരാണ് അല്ലേ? തക്ബീർ നമ്മൾ കിട്ടുന്നതോടെ അള്ളാഹുവും നമ്മളും ഇടയിലുള്ള ആ ഒരു മറയൊക്കെ നീങ്ങിപ്പോവാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ചോദിക്കുന്നില്ലേ, കുറെ നിസ്കാരക്കാരുണ്ട്, അവർക്ക് എന്ത് കിട്ടിയെന്ന്? എന്ത് കിട്ടി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരത്തെ കുറിച്ച് ഗസാലി ഇമാം പറയുന്നത് കാണാം. കാന ഫീ സ്വലാത്തിഹി കഅന്നഹു ഉദ്ദിദ, ഒരു ആണി അടിച്ച് നിർത്തിയതുപോലെയാണെന്ന് സിദ്ദീഖിന്റെ നിസ്കാരം റളിയല്ലാഹു അൻഹു. അല്ലേ, ആണി അടിച്ചു നിർത്തിയതുപോലെ, ആടില്ല, കിടന്നനങ്ങില്ല. എത്രമേൽ അള്ളാന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് കിടന്ന് ആടാനും അനങ്ങാനൊക്കെ പറ്റും? അതുവരെ ഇല്ലാത്ത ചൊറിച്ചിലൊക്കെ നമുക്ക് വരുന്നത് നിസ്കാരത്തിന്റെ ഇടയിലാണ് അല്ലെ? അങ്ങനല്ലേ? അസഹനീയമായ സംഗതിയൊക്കെ വരുമ്പോ നമുക്ക് തുടർച്ചയായുള്ള മൂന്നനക്കങ്ങളല്ലാത്ത രീതിയിൽ നമുക്ക് ചൊറിയൊക്കെ ചെയ്യാം. പക്ഷെ ഇല്ലാത്ത ചൊറിച്ചിലൊക്കെ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ താടിയൊക്കെ ഒന്ന് തിരുമും, ഡ്രസ്സൊക്കെ ഒന്ന് ആ നേരത്ത് നിസ്കരിക്കാൻ നിൽക്കണതിന്റെ ഇടയിൽ ഡ്രസ്സൊക്കെ ഒന്ന് ഭംഗിയാക്കും. അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ആണി അടിച്ചു വെച്ച പോലെയായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശരിയായി ഒന്ന് നിസ്കരിച്ചാൽ നിന്റെ ഹൃദയം ആർദ്രമാകുമെന്നാണ്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവർ അള്ളാഹുവിന്റെ നൂറാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. ആ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കപ്പെട്ടത് അള്ളാന്റെ പ്രകാശാണ്. അവരെങ്ങനെ പരാജയപ്പെടാനാണ്? ജീവിതത്തിലുടനീളം ടെൻഷൻ ഫ്രീ ലൈഫ് ആസ്വദിക്കാൻ അവർക്ക് കഴിയുമെന്നാണ്. എന്നാൽ ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും അൻ ദിക്രില്ലാഹ്, പടച്ചോന്റെ ചിന്തയില്ലാത്ത, അള്ളാന്റെ ദിക്റില്ലാത്ത ഹൃദയം നിഷ്ഠൂരമാണ്, ക്രൂരമാണ്, കടുകടുത്തതാണ് അവരുടെ ഹൃദയം. അവർക്ക് കുഞ്ഞുങ്ങളോട് പോലും അലിവ് തോന്നാത്ത മനസ്സ് അവർക്കുണ്ട്. കാരണം അവരുടെ കൽബ് അള്ളാന്റെ ദിക്റിൽ നിന്ന് ദൂരെയാണ്. കൽബിൽ അള്ളയില്ല, അള്ളാഹിനോടുള്ള പ്രണയമില്ല. അവൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നിസ്കാരത്തിൽ നിന്ന് അവനൊന്നും കിട്ടിയിട്ടില്ല. ആത്മാവില്ലാത്ത നിസ്കാരം ഫവൈലുൻ, ഈ ദുനിയാവ് തന്നെ നരകമാക്കും. പിന്നെ ആഖിറം, ദുനിയാവ് പോലും നരകമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കൃത്യമായി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ എത്തുന്ന ആളുകളാകണം. കേവലം മഗ്‌രിബിന് മാത്രമല്ല, എല്ലാ വഖത്തിനും. ഈ ജോലിക്കൊക്കെ പോകുന്നവരാണ്. സുബ്ഹിക്ക് ആരും എന്തായാലും ജോലിക്ക് പോകുന്നില്ലല്ലോ, വളരെ വിരളായിരിക്കും ആ സമയത്തൊക്കെ ജോലിക്ക് പോകുന്ന ആളുകൾ. സുബ്ഹിക്ക് അള്ളാന്റെ പള്ളിയിലേക്ക് ഓടിയെത്തുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം? അള്ളാന്റെ പള്ളി, ആ ബോധ്യത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് ഓടി വരണം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നിലേക്ക് അത്രമേൽ, എന്റെ ഭാര്യ പോലും എന്നിലേക്ക് അത്ര അടുത്തിട്ടില്ല, അത്ര അടുത്താണ് എന്റെ റബ്ബ്. ആ റബ്ബ് എന്നെ വിളിക്കുന്നുണ്ട്. ആ റബ്ബിന്റെ വിളിയാളം ബാങ്കിന്റെ സ്വരമായി ഞാൻ കേൾക്കുന്നുണ്ട്. ഹയ്യ അല സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോ എനിക്ക് വിജയം വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുക. അള്ളാന്റെ പള്ളിയിലേക്ക് ഓടി വരണം. നമ്മൾ നിസ്കരിക്കണം, അള്ളാന്റെ മുമ്പിൽ നിസ്കരിക്കണം, അള്ളാഹുവിനോട് വർത്താനം പറയണം. അതായത് നിങ്ങളെ ആര് കൈവിട്ടാലും പടച്ചോ നിങ്ങളെ കൈവിടൂലല്ലോ. അതാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ അത്ര ക്ലോസ് ആണ് നിങ്ങളോട്. ആര് നിങ്ങളെ കൈവിട്ടാലും എന്നെ അറിഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ കൈവിടൂല, ഞാനുണ്ട് നിങ്ങൾക്ക്. വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആര് നിങ്ങൾ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തൂല. പക്ഷെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ കുതറി ഓടിക്കൊണ്ടിരിക്കുക. അള്ളാഹിനോട് അടുക്കണം, പള്ളിയിലേക്ക് ഓടി വരണം. സുബ്ഹിക്കും മറ്റ് നമ്മൾ എപ്പോഴൊക്കെ നാട്ടിലുണ്ടോ നമ്മുടെ പള്ളിയിലേക്ക് ബാങ്ക് വിളി കേട്ടാൽ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഓടി വരണം, പള്ളിയോട് ചേർന്ന് നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഅബയിലേക്ക് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ കൽബ് തിരിയേണ്ടത് അള്ളാഹുവിലേക്കാണ്. പ്രത്യക്ഷ ഭാഗം ദുനിയാവിലെ കഅബയിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ ഹൃദയം തിരിയേണ്ടത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിലേക്കാണ്. ഖുദൂ സീനതക്കും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ ഏറ്റവും നന്നായി അണിഞ്ഞൊരുങ്ങേണ്ടത് അള്ളാന്റെ പള്ളിയിലാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അണിഞ്ഞൊരുങ്ങാറുണ്ടോ? പള്ളിയിലേക്ക് വരുമ്പോൾ
നല്ല വസ്ത്രം ധരിച്ച് പള്ളിയിലേക്ക് വരുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ വിയർത്തൊലിച്ച് ഓടിക്കളിച്ച് വരുന്നതിനിടയിൽ എപ്പോഴോ ഒന്ന് പള്ളിയിൽ കയറി ആ കടമ നിർവഹിക്കാൻ വേണ്ടി നിസ്കരിക്കാനല്ല പടച്ചോൻ പറയണത്. ഹുദു സീനത്തക്കും, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. അത് ശരീരത്തിന്റെ ശുദ്ധി മാത്രമല്ല, ഏറ്റവും നല്ല മനസ്സും കൊണ്ട് വേണം അള്ളാന്റെ പള്ളിയിലേക്ക് വരാൻ. പകയുള്ള ആളുകളുണ്ടാവും പള്ളിയിൽ, ഇല്ലേ? നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളുകൾ, നിങ്ങളെ ദ്രോഹിച്ചവരുണ്ടാവും. എന്നാൽ ഈ പള്ളിയിലേക്ക് കാല് വെച്ച് കയറുന്നതോടുകൂടെ എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഹുദു സീനത്തക്കും, നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കിക്കും. ഏറ്റവും നല്ല കൽബും കൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വന്നു. നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളെ വേട്ടയാടിയവർ, നിങ്ങളെ അടിച്ചവർ, തെറി പറഞ്ഞവർ, അയൽപക്ക ബന്ധം മുറിച്ചവർ, കുടുംബ ബന്ധം മുറിച്ചവർ എല്ലാവരും ഉണ്ടാവും. പക്ഷെ പള്ളിയിലൊക്കെ വലതുകാൽ വെച്ചങ്ങ് കയറുമ്പോഴേക്ക് ഹുദു സീനത്തക്കും, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം, ഹൃദയത്തിന് ഏറ്റവും നല്ല ഭംഗി ഉണ്ടാകണം, എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുക. നിങ്ങളെ തെറി പറഞ്ഞവനെ കാണുമ്പോൾ പള്ളിയിലേക്ക് കയറിയ നിങ്ങൾ അങ്ങോട്ട് ചിരിക്കുക, നിങ്ങൾ അങ്ങോട്ട് സലാം പറയാ. കാരണം ഹുദു സീനത്തക്കും, അവിടെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക, കൽബിന് ഡ്രസ്സ് ധരിപ്പിക്കണം, പുറം മാത്രം നന്നായ പോരാ. അങ്ങനെയൊന്ന് പള്ളിയിലേക്ക് വന്നു നോക്കിയേ, എത്രമേൽ ആനന്ദദായകമാണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് അവിടുത്തെ സ്വഭാവം സുഗന്ധമായിരുന്നു എന്നാണ്. ജീവിതം സുഗന്ധമായിരുന്നു, ശരീരം സുഗന്ധമായിരുന്നു, വിയർപ്പ് സുഗന്ധമായിരുന്നു, ഉമിനീര് പോലും സുഗന്ധമായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ്, ആ മുഹമ്മദീയത്ത് നമ്മളിലുണ്ടോ? നമ്മൾ വിജയിച്ചു എന്നാണ്. ഹുദു സീനത്തക്കും, ഏറ്റവും മാന്യന്മാരായി മാറണം നിങ്ങൾ പള്ളിയിൽ കയറിയാൽ. ഏറ്റവും കച്ചറയാണ് നമ്മളെങ്കിൽ നമ്മൾ അള്ളാന്റെ പള്ളിയിൽ കയറിയിട്ടില്ല, നമ്മളെപ്പോഴും ശൈത്താന്റെ കൂടെയാണ്. അങ്ങനാവാൻ പാടില്ല. അള്ളാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്വലാത്തു മിഅറാജുൽ മുഅ്മിനീൻ. അപ്പോൾ മനസ്സിലായില്ലേ, അസ്വലാത്തു മിഅറാജുൽ മുഅ്മിനീൻ. മുഅ്മിനീൻ്റെ, മുഅ്മിനായ മനുഷ്യൻ്റെ മേറാജാൻ. മുസ്ലിങ്ങളുടെ അല്ല, ഈമാനുള്ളവൻ, ഹൃദയത്തിൽ അള്ളാനെ പ്രണയിക്കുന്നവൻ, റസൂലുള്ളാനെ പ്രണയിക്കുന്നവൻ, അവരുടെ മേറാജാൻ. മുത്തനബി 7 വാനം കടന്ന് അള്ളാൻ്റെ മുമ്പിൽ പോയി അള്ളാനെ കണ്ടു. നമുക്ക് അള്ളാനെ കാണാൻ നിസ്കാരം മതി. നിസ്കാരത്തിൽ കൽബിൽ പ്രണയമുണ്ടോ, റബ്ബിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, ഇല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ. ആ സംഗതികൾ മുഴുവൻ മനസ്സിലാക്കി അള്ളാനെ തിരിച്ചറിയുമ്പോഴാണ് കൽബിൻ്റെ പൂട്ട് തുറക്കുക. പിന്നെ നേരിട്ടാണ് വർത്താനം, ഇയ്യാക നഅ്ബുദു. കണ്ടോ, പിന്നെ അള്ളാഹുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ തുടങ്ങാൻ. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുന്ന നിസ്കാരമായി മാറിയാൽ ആ നിസ്കാരത്തിന് എന്തൊരു മധുരാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നെ അപ്പോൾ അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്, നമ്മുടെ ഭർത്താക്കന്മാരെ, ആൺകുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് വിടണം. ഒരിക്കലൊരു സ്വഹാബിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ആണുങ്ങൾക്കൊക്കെ എന്തോരം ഭാഗ്യ നബിയെ, ഞങ്ങളും പള്ളിയിൽ അങ്ങയുടെ പിന്നിൽ വന്ന് നിസ്കരിച്ചോട്ടെ. അപ്പോൾ റസൂലുള്ള കൊടുത്ത മറുപടിയുണ്ട്, ഹൈറു മസാജിദിൻ നിസാ, സ്ത്രീക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി അവളുടെ വീടിൻ്റെ അകത്തളമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം, മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും വലിയ പ്രതിഫലം വീടിന്. അത് പെണ്ണിന് അള്ളാഹ് ചെയ്തു കൊടുത്ത ഇളവാണ്. അള്ളൊരു ഇളവ് തരുമ്പോൾ ഞാൻ പള്ളിയിലോട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു പോണത് ധിക്കാരാണ്. പുരുഷൻ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ പോടാന്ന് പറയണം, പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പൊടിയെന്ന് പറയണം. മനസ്സിലായോ? അള്ളാനെ റസൂലിനെ സ്നേഹിക്കുന്നവർ ഈ പരപുരുഷന്മാരുടെ പിന്നാലെയുള്ള ജമാഅത്തിന് പോകില്ല. അപ്പോൾ ചോദിക്കും, ഉസ്താദ് അപ്പോൾ മക്കത്ത് പോയാൽ നിസ്കരിക്കണതോ? മക്കത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ പോണതല്ല, മക്കത്തെ പള്ളിയിൽ തവാഫിന് പോകുമ്പോൾ സമയമായതുകൊണ്ട് നിസ്കരിക്കണതാണ്. മനസ്സിലായോ? അല്ലാതെ നിസ്കരിക്കാൻ വേണ്ടി മക്കത്തെ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോണതിനേക്കാൾ നല്ലത് നിസ്കരിക്കുന്ന നിങ്ങളുടെ ടെൻറ്റിൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരണം റസൂലുള്ളാഹിൻ്റെ പിന്നിൽ നിസ്കരിക്കാമെന്ന സ്ത്രീയെ, സ്വഹാബിയത്തിനെ റസൂലുള്ള പറഞ്ഞയച്ചത് വീട്ടിൽ നിസ്കരിക്കാനാണ്. നിങ്ങൾ തവാഫ് ചെയ്യാൻ പോണ സമയത്ത് അവിടെ നിസ്കാരത്തിൻ്റെ സമയമായി, നിസ്കരിക്കുന്നുണ്ടോ, ഒരു കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ട്, ഇത് ഇസ്ലാമിൻ്റെ നിയമമാണ്. മനസ്സിലായോ? ആ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അള്ളാഹു അത്രയും, അതായത് ഇപ്പോൾ പുരുഷന്മാരാ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഹുദു സീനത്തക്കും, ഭംഗിയാകണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കീറി പറഞ്ഞ മറ്റേ ചട്ടയും മുണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ട് നല്ല വസ്ത്രം ധരിക്കണം. അതും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കളറുള്ള സാധനങ്ങളൊന്നും മുസല്ലയാക്കരുത് കേട്ടോ. ഇപ്പോൾ ചില ആളുകളുണ്ട് കഅബാലയത്തിൻ്റെ മുസല്ലയിട്ട് നിസ്കരിക്കാമെന്നാണ്. മഅദല്ലാഹ്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, കഅബ ഉള്ള മുസല്ലയിൽ ചവിട്ടി കയറിക്കൽ ഒരു അദബ് കേടാണ്. രണ്ടാമത്തേത്, നമ്മുടെ ശ്രദ്ധ തിരിക്കും. കഅബ ആയതുകൊണ്ട് ഫോട്ടോയിലെ കഅബയിലേക്ക് നോക്കാനല്ല പറഞ്ഞത്, സുജൂദ് അവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, അവിടെ ചിത്രപ്പണികളൊന്നും പാടില്ല, നമ്മുടെ ശ്രദ്ധയെ അത് തിരിച്ചു കളയും. മനസ്സിലാവും? അപ്പോൾ അത് അങ്ങനെയുള്ള മുസല്ലയിൽ നിസ്കരിക്കൽ പോലും കറാഹത്താണ്. അങ്ങനെയുള്ള മുസല്ല മാറ്റിക്കളയണം കേട്ടോ. ചില ആളുകൾ മനസ്സിലാക്കിയതേ ഈ മുസല്ല, കഅബയുള്ള മുസല്ലയിൽ നിസ്കരിച്ചാൽ വലിയ പുണ്യാണെന്ന് തന്നെ, ഒക്കെ വെറുതെയാണ്. മനസ്സിലായോ? അതൊക്കെ മാറ്റി ഖൽബ് അല്ലാഹുവിലേക്ക് തിരിയണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ഫത്താവ ആലംഗീർ രചിച്ച രാജാവാരാണ്? ആരാണ്? ഒന്ന് പറഞ്ഞേ.
ഫത്താവ ആലംഗീർ രചിച്ചത്. ആലംഗീർ എന്ന് പറഞ്ഞ പേര് തന്നെ അതിലുണ്ട് അല്ലേ. മഹാനായ ഔറംഗസീബ് റഹിമഹുല്ലയാണ്. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. മഹാനവർഗരുടെ മകൾ സീനത്ത് ബീഗം ഒരു തഫ്സീർ രചിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന് വ്യാഖ്യാനം എഴുതിയ മഹദിയാണ് ഔറംഗസീബിൻ്റെ മകൾ എന്ന് പറയുന്നത്. ഏതാണ് ആ തഫ്സീറിൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഹൈർ നൽകട്ടെ. പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ആ ഉസ്താദിനെ അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ചേർത്ത് പിടിക്കുക. അള്ളാഹു നമ്മളെ അവൻ്റെ യഥാർത്ഥ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഹായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. നിൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. യാ റബ്ബന, ഞങ്ങളുടെ വേദനകളെല്ലാം നീ കാണണേ അല്ലാ. നിന്നെ കാണാനുള്ള കണ്ണ് നൽകണേ അല്ലാ. നിന്നെ കേൾക്കുന്ന കാത് നൽകണേ അല്ലാ. നിസ്കാരത്തിൽ നിന്നെ പ്രണയിച്ച് നിന്നെ ആസ്വദിക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. പടച്ചോനെ, പാപങ്ങളേറെ ചെയ്തു പോയി നീ പുറത്തു തരണയല്ല. ഞങ്ങളുടെ മക്കളെ നന്നാക്കണയല്ല, ഇണകളെ നന്നാക്കണയല്ല. അസുഖബാധിതരുണ്ട്, പരിപൂർണ ശിഫ നൽകണയല്ല. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്. യാ റബ്ബന, അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കണയല്ല, സങ്കടങ്ങളൊക്കെ നീ അകറ്റണയല്ല. കരുണക്കടലായ റബ്ബെ, ഞങ്ങളുടെ വേദനകളെല്ലാം നീ നീക്കണേ തമ്പുരാനെ. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല, തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ എല്ലാവരുടെയും ഖബർ വെളിച്ചാക്കണയല്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണയല്ല. എന്തേത് സങ്കടങ്ങൾ കൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത്, സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവരെ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരെ നീ ചേർത്ത് പിടിക്കണയല്ല. നീ ഞങ്ങളെ കബൂൽ ചെയ്യണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.